ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ. ഓക്കെ, ഇത് വളരെ ചെറിയൊരു സെഷൻ ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് വരുന്നതെന്നൊക്കെ ഇങ്ങനെ ഡയഗ്രാമാറ്റിക്കലി ത്രൂ സ്ലോപ്പ് വെച്ച് തന്നെ നമ്മൾ വരച്ച് കാണിച്ചു. സ്ലോപ്പ് എങ്ങനെ കൂടുന്നു കുറയുന്നു അതിനനുസരിച്ച് അത് എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു. ഇന്റഗ്രേഷന്റെ കേസ് വരുമ്പോൾ ഡിഫറെന്റ് ആണ്. കാരണം നമ്മൾ എപ്പോഴും ഇന്റഗ്രേഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്താ ഒരു അക്യുമുലേറ്റർ ഫംഗ്ഷനെയാണ് കിട്ടുന്നത്. ഓക്കെ, എന്താണ് നമ്മുടെ ട്രിഗണോമെട്രിയുടെ കേസിൽ പറഞ്ഞുതരാം. അതായത് ഈ കാണുന്നതാണ് നമ്മുടെ സൈൻ എക്സ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരുപാട് റെക്ടാങ്കിൾസിനെ അണ്ടറിൽ കൺസ്ട്രക്ട് ചെയ്യുക, അതിനെ ഒരുപാട് പീസസ് ആക്കി മുറിക്കുമ്പോൾ അവർ ആക്യുറേറ്റ് ആവും. ഓക്കെ, ഈ മേളിൽ കാണുന്ന യെല്ലോ ലൈനാണ് നമ്മുടെ സൈൻ എക്സിന്റെ ഇന്റഗ്രൽ, അതായത് മൈനസ് കോസ് എക്സ്. ഇത് എക്സാക്ട്ലി പറയുന്നത് എന്താണെന്നറിയോ? ഓക്കെ, നമ്മൾ ഒരുപാട് n റെക്ടാങ്കിൾസ് ആക്കി മുറിച്ചല്ലോ. അപ്പം ഞാൻ എന്താ ഈ ഏറ്റവും ലെഫ്റ്റിലത്തെ റെക്ടാങ്കിൾ തൊട്ട് ഇവിടെ വരെയുള്ള റെക്ടാങ്കിൾ എടുത്തെന്ന് വെച്ചോ. എന്നിട്ട് ആ റെക്ടാങ്കിളുകളുടെ എല്ലാ ഏരിയ കൂട്ടിയാൽ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈ പോയിന്റിലെ മൈനസ് കോസ് എക്സിനോട് ചെയ്യുമായിരിക്കും. മനസ്സിലായാലും ഒന്നുകൂടെ പറയാം. അതായത് ഞാൻ എന്താ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള റെക്ടാങ്കിൾസിനെ കൺസിഡർ ചെയ്ത് നോക്കുക. ഓക്കെ, ആ റെക്ടാങ്കിൾസിന്റെ എല്ലാത്തിന്റെയും ടോട്ടൽ ഏരിയ എടുത്ത് ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി സെയിം as ഈ കാണുന്ന കറസ്പോണ്ടിങ് എക്സ് വാല്യൂ എടുത്ത് മൈനസ് കോസ് എക്സ് ഇട്ട് കൊടുത്താൽ കിട്ടുന്ന വാല്യൂവിനോട് സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ബേസിക്കലി ഇവിടെ സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ഒരു അക്യുമുലേറ്റർ ഫംഗ്ഷനാണ്. അതായത് സൈൻ എക്സിന്റെ കർവിന്റെ അണ്ടറിലുള്ള ഇവിടം വരെയുള്ള ഏരിയ കിട്ടണമെങ്കിൽ എനിക്ക് മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്ത് ആ കറസ്പോണ്ടിങ് എക്സ് വാല്യൂവിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ല എനിക്കിത് ഈ പോയിന്റ് വരെയുള്ള വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വരെയുള്ള എക്സിന്റെ വാല്യൂ എടുത്ത് നേരെ മൈനസ് കോസ് എക്സ് ഇട്ട് കൊടുത്താൽ കിട്ടും. ഓക്കെ, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സൈൻ എക്സിന്റെ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ നമുക്ക് കൂട്ടി എന്താണോ കിട്ടുന്നത് അതിനെ നമുക്ക് ഈ മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞ അതേ ഫംഗ്ഷൻ്റെ അകത്ത് കിട്ടും. മനസ്സിലായോ? അതായത് ബേസിക്കലി ഒരു അക്യുമുലേറ്റർ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും തെറ്റിദ്ധരിക്കുന്നുള്ള കാര്യം ഈ അക്യുമുലേറ്റർ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വളരെ ചെറിയ സെഷനായിട്ട് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ കോസ് എക്സിന്റെ കേസ് എടുത്താൽ ഇതാണ് നമ്മുടെ കോസ് എക്സിന്റെ ഗ്രാഫ്. ഓക്കെ, ഈ കാണുന്ന യെല്ലോ ലൈനാണ് കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്ന സൈൻ എക്സ്. അത് ബേസിക്കലി പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഈ കാണുന്ന ഈ ലെഫ്റ്റിലത്തെ റെക്ടാങ്കിൾ തൊട്ട് ഇവിടം വരെയുള്ള റെക്ടാങ്കിൾ എടുത്തിട്ട് അതിന്റെ അണ്ടറിലുള്ള ടോട്ടൽ ഏരിയ മൊത്തം സമ്മപ്പ് ചെയ്താൽ ഇനി കിട്ടുന്നൊരു വാല്യൂ ആണല്ലോ. ആൻഡ് ദാറ്റ് വാല്യൂ സെയിം as സൈൻ എക്സ്. എന്ത് ഈ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ ഇട്ട് കൊടുത്താൽ സൈൻ എക്സിന്റെ എക്സിന് പകരം ഈ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ ഇട്ട് കൊടുത്താൽ കിട്ടുന്നത്. മനസ്സിലായോ? അതാണ് ബേസിക്കലി ഇവിടെ ഈ അക്യുമുലേറ്റർ ഫംഗ്ഷൻ നമുക്ക് തരുന്നത്. ഓക്കെ, ഇത് നമ്മളോട് ചോദിക്കുക ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏരിയ കോസ് എക്സിന്റെ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ എന്താ, എക്സ് പാർട്ട് എടുക്കുക, നേരെ സൈൻ ഇട്ട് കൊടുക്കുക, സൈൻ എക്സ് ഇട്ട് കൊടുക്കുക, അപ്പൊ കിട്ടും. മനസ്സിലായി? കർവിന്റെ അണ്ടറിലുള്ള ഏരിയ ഒരിക്കലും മറക്കല്ല, അതാണ് ഇവിടുത്തെ കീ കോൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർവിന്റെ അണ്ടറിലുള്ള ഏരിയ, അല്ലാതെ ഇവിടുന്ന് ഇവിടെ പോകുമ്പോൾ ഇവിടുത്തെ കോസ് എക്സിന്റെ വാല്യൂ അല്ല ഞാൻ ചോദിക്കുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരെ വരുമ്പോൾ ഉള്ള കോസ് എക്സിന്റെ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്ന വാല്യൂ. അതാണ് ഒരിക്കലും മറക്കാത്ത. ആ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഈ കാണുന്ന സൈൻ എക്സ്. മനസ്സിലായത്? ബേസിക്കലി അക്യുമുലേറ്റർ ഫംഗ്ഷൻ. അല്ല എന്നോട് ചോദിക്കുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള കോസ് എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ അണ്ടറിലുള്ള ടോട്ടൽ ഏരിയ എന്താണെന്ന് വെച്ചാൽ അതെനിക്ക് കിട്ടാനായിട്ട് ഈ കാണുന്ന സൈൻ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ എക്സിലോട്ട് ഈ കാണുന്ന കറസ്പോണ്ടിങ് എക്സ് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇത് തന്നെ ആയിരിക്കും ടാൻജന്റിന്റെ കേസ് വന്നാലും. ഓക്കെ, അല്ല സീക്കൻഡിന്റെ കേസ് വന്നാലും, കൊസീക്കൻഡിന്റെ കേസ് വന്നാലും, കോടാൻജന്റിന്റെ കേസ് വന്നാലും ഈ കാണുന്ന ബ്ലൂ ഏരിയ റെപ്രസെന്റ് ചെയ്യുന്നത് കർവിന്റെ അണ്ടറിലുള്ള ഏരിയ ആണ്. ഈ കാണുന്ന യെല്ലോ ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ആ പോയിന്റ് വരേക്കുള്ള കർവിന്റെ അണ്ടറിലുള്ള ഏരിയ എത്രയാണ് എന്നുള്ളത്. അതാണ് കീ കോൺസെപ്റ്റ്. ഓക്കെ, ആ ഐഡിയ കിട്ടി കാണുമല്ലോ. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ.